അവശേഷിച്ച 4 മണ്ഡലങ്ങളിലും BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ മത്സരചിത്രം പൂർണ്ണമായി. പുത്തൻ തന്ത്രങ്ങളുമായി 3 മുന്നണികളുടെയും കാടിളക്കിയുള്ള പ്രചാരണമാണ് ഇനി കാണാൻ പോകുന്നത്. സംസ്ഥാനത്ത് വോട്ടെടുപ്പിന് ഇനി 30 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. എതിരാളികളെ വെല്ലാൻ 18 അടവും പൂഴിക്കടകനും പ്രയോഗിക്കുമെന്ന് ഉറപ്പാണ്. 28-ാം തീയതി മുതലാണ് നോമിനേഷൻ സ്വീകരിക്കുന്നത്. മുന്നണികളുടെ പ്രചാരണ തന്ത്രങ്ങൾക്കും ആക്രമണങ്ങൾക്കും അതോടെ മൂർച്ച കൂടും. സ്ഥാനാർത്ഥികളുടെ മണ്ഡലം പര്യടനങ്ങൾക്കും തുടക്കമാവും. കൂടുതൽ ദേശീയ നേതാക്കളും പ്രചാരണത്തിനെത്തുന്നതോടെ വേനൽ ചൂടിനെ വെല്ലുന്ന പോരാട്ട ചൂടിൽ കേരളം ഒരുങ്ങും. പോളിറ്റ് ബ്യൂറോ അംഗവും ഒരു മന്ത്രിയും ഉൾപ്പെടെ 20 സ്ഥാനാർത്ഥികളെയും ഏതാണ്ട് 1 മാസം മുൻപ് പ്രഖ്യാപിച്ച് കളത്തിലിറങ്ങിയ LDF 3 റൗണ്ട് പ്രചാരണം പിന്നിട്ടു. മണ്ഡല കൺവെൻഷനുകളും ഇടതുമുന്നണി പൂർത്തിയാക്കി. പ്രാദേശികതല യോഗങ്ങളിൽ പങ്കെടുക്കുന്ന തിരക്കിലാണ് മുഖ്യ പ്രചാരകനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രചാരണ പര്യടനം 30-ാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങും. 20 മണ്ഡലങ്ങളിലായി 60 പൊതുയോഗങ്ങളിൽ അദ്ദേഹം സംസാരിക്കും. പര്യടനം ഏപ്രിൽ 22-ന് കണ്ണൂരിൽ സമാപിക്കും. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉൾപ്പെടെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, MA ബേബി, CPI ജനറൽ സെക്രട്ടറി D രാജ തുടങ്ങിയ ഇടതുമുന്നണിയുടെ നേതാക്കൾ വിവിധ ദിവസങ്ങളിൽ ഇവിടെ എത്തും. സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം വൈകിയതിനാൽ തുടക്കത്തിൽ UDF മുടന്തി നീങ്ങിയെങ്കിലും ഭൂരിഭാഗം മണ്ഡലങ്ങളിലെയും സിറ്റിംഗ് MPമാർ സജീവമായിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രചാരണത്തിൽ 2 റൗണ്ട് പിന്നിട്ട് മണ്ഡലം കൺവെൻഷനുകളും ഏതാണ്ട് പൂർത്തിയാക്കിയ UDFൽ രാഹുൽ വീണ്ടും എത്തുന്നത് പ്രവർത്തകർക്ക് ആവേശം നിറയ്ക്കുന്നു. ഇനിയുള്ള പ്രചാരണം കൊഴുപ്പിക്കുന്നതിൽ മുഖ്യ വെല്ലുവിളി സാമ്പത്തികമാണ്. AICCയിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് ഫണ്ട് വിഹിതം ലഭിക്കുമോ എന്നതിലാണ് ആശങ്ക. രാഹുൽ വയനാട്ടിൽ പത്രിക നൽകാൻ അടുത്തയാഴ്ച ആദ്യമെത്തും. സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പ്രചാരണത്തിനായി പിന്നാലെ എത്തും. 2 കേന്ദ്രമന്ത്രിമാരെ ഇറക്കിയും വാഗ്ദാനങ്ങൾ നൽകിയും പ്രചാരണം കൊഴുപ്പിക്കുന്ന NDA കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനുള്ള പരിശ്രമത്തിലാണ്. വൈകിയാണെങ്കിലും രാഹുലിനെതിരെ BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനെ ഇറക്കിയത് മത്സരം കടുപ്പിക്കാനാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 തവണ കൂടി പര്യടനത്തിനെത്തും. അമിത്ഷായും രാജ്നാഥ് സിംഗും തുടങ്ങിയ ദേശീയ നേതാക്കളും എത്തും. അക്കൗണ്ട് തുറന്നില്ലെങ്കിലും 2ാം സ്ഥാനത്തെങ്കിലും വന്നില്ലെങ്കിൽ പൂർണ്ണ പരാജയമായിരിക്കും BJPക്ക് സംസ്ഥാനത്ത്. 2ാം സ്ഥാനത്ത് വരാനാണ് അവർ മത്സരിക്കുന്നത്. എങ്ങും 2ാമതെത്തിയില്ലെങ്കിൽ കോൺഗ്രസ്സുകാരുടെ കച്ചവടം പൊടി പിടിക്കും.